ഹലോ ഗായ്സ്, നമുക്കിന്ന് ഫിഷിങ്ങിന് പോയാലോ? ഇത് നോക്കി എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളപ്പം കായലിലാണ് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വലിയ ഹോപ്പൊന്നുമില്ല, നല്ല വെയിലുള്ള സമയമാണ്. പിന്നെ ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് നമുക്ക് പോവാം കേട്ടോ. എന്ത് രസമല്ല ഈ സ്ഥലമൊക്കെ കാണാൻ. ഇതേ നോക്ക്, ഇത് ചാലാണേ. ഇവിടെ കരിമീനൊക്കെ വളരുന്ന സ്ഥലമാണേ. ഇതിനെവിടെ കൂടി വേണം നമുക്ക് കായലിലേക്ക് പോവാൻ. നമുക്കിങ്ങനെ പയ്യെ നടന്ന് പോവാം. ഇത് അങ്ങ് അറ്റത്താണ് കായൽ. ഇത് പാടം, രണ്ട് സൈഡിലും പാടമാണ്. ഇവിടെയൊക്കെ മീൻ വളർത്തുവാണ്. അപ്പം നമുക്ക് ഈ വരമ്പത്തുകൂടി പോവാം. നമ്മുടെ കയ്യിൽ ചൂണ്ടയും അതിൻ്റെ തീറ്റയൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പയ്യെ പോവാം. എന്ത് രസമല്ലേ കാണാൻ. ഈ വല കെട്ടിയിട്ടേക്കണ ഈ മീനൊക്കെ ഈ കിളികൾ കാക്കയൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവേ. അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൂക്ഷിക്കണം, ഇടയ്ക്ക് ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവും. കാരണം ഈ അപ്പുറത്ത് രണ്ട് സൈഡിലും ഇതായതുകൊണ്ട് കരയ്ക്ക് കയറി വരുവേ. അപ്പം നമ്മളങ്ങനെ എത്താറായി. എൻ്റെ കൂടെ അച്ഛനുണ്ട്. കെട്ടിയവൻ ഓൾറെഡി അവിടെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം നമ്മളിങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് സമയങ്ങളിൽ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുവേ. കണ്ട എന്തോരം പിള്ളേരാണ്. ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ ഓൾറെഡി ചൂണ്ടയിടാൻ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാലം കടന്ന് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാവേ. വേലിയേറ്റ സമയമായതുകൊണ്ട് നിറച്ച് വെള്ളമാണ്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. ക്രോസ് ചെയ്താലും തന്നെ ഇവിടെ മൊത്തം ചെളിയും വെള്ളമൊക്കെയാണ്. ഏറ്റ സമയമായതുകൊണ്ട് ഈവനിങ് ടൈം ഇങ്ങനെയായിരിക്കും. രാവിലെ ആകുമ്പോഴത്തേനും കുറവായിരിക്കുമേ. കെട്ടിയൻ ഓൾറെഡി തകർത്ത് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഓരോ തെങ്ങിൻ്റെ സൈഡിലും ഓരോ പിള്ളേർ. ഇതാണ് ഇത് പാലത്തിൻ്റെ അടിയിലാണ് നമ്മളിടുന്നത്. എന്നെ കണ്ടിട്ട് ആൾ ജസ്റ്റ് ഒന്ന് മൈൻഡൊന്ന് പോലുമില്ല. എനിക്കിടാനുള്ള ചൂണ്ട റെഡിയാക്കി തരുവാണേ. നമ്മളപ്പം തീറ്റയായിട്ട് അടയാണ് ഉണ്ടാക്കിയിട്ടിടുന്നത്. അപ്പം ഈ കരിമീനൊക്കെ ഈ മഞ്ഞപ്പൊടി ഇട്ടുണ്ടാക്കുന്ന അട ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അതുങ്ങളെ പറ്റിച്ച് നമ്മൾ അങ്ങനെയാണ് പിടിക്കുന്നത്. ഓരോ ഇതിനും ഓരോ കൊളുത്ത് ടൈപ്പൊക്കെ വ്യത്യാസമുണ്ട്. കൂരിക്ക് വേറെ, ഇതിന് വേറെ, കരിമീന് വേറെ, അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇടുന്നുണ്ട്. മീനൊക്കെ കൊത്തുന്നുണ്ട്. കണ്ടോ അത് അനങ്ങുന്നുണ്ടോ അതിൻ്റെ ടങ്കീസ്. അത് കൊത്തുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും. അവിടെ ജസ്റ്റ് ഇങ്ങനെ കൊത്തി വലിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഇതിനറിയാൻ വേണ്ടി ഒരു പൊങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊത്തുന്നുണ്ട്. കണ്ടോ കരിമീനൊക്കെ ഇട്ടിരിക്കുന്നു. അതൊക്കെ മാറ്റി നമ്മൾ ഇത് ഫൈനലി പോകുമ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് പോകുള്ളൂ. ഇതിവിടെ കിടക്കട്ടെ, നമുക്കപ്പം വേറെ എടുക്കാൻ പോവാം. കണ്ടോ ഇങ്ങനെ കുണിക്കിട്ടിട്ടെടുക്കും. കണ്ടോ ജീവനോടെ. നമ്മളപ്പം ഇങ്ങനെ ഇത് കോർത്ത് കായലിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പോണവരെ ഇത് ചാവാണ്ട് ജീവനോടെ കിടക്കും. പോകുമ്പോഴത്തേനും നമ്മളിത് എടുത്തിട്ട് പോകുവേ. അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. ഇത് കണ്ടോ ബക്കറ്റിൽ എടുത്തിട്ടേക്കുന്നത് കണ്ടോ. പിലോപ്പി ഉണ്ട്, കരിമീനുണ്ട്. അപ്പം ഇന്നത്തെ രാത്രിത്തേക്കുള്ള നമുക്കുള്ള കറിയായി. ഇത് അത്യാവശ്യം നല്ല മുഴുത്തതാണ്. ഇതൊക്കെ റെഡിയാക്കി കറിയാക്കി നമ്മൾ യൂസ് ചെയ്യും.